നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അറിയാതിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ചാറ്റ് ബാക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോ അല്പം ലെങ്ത്ത് കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക, മനസ്സിലാക്കുക. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്, അതെല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ കാണേണ്ട ഒരു ഫീച്ചറാണ്. കാരണം നമ്മുടെ ചാറ്റ് മെസ്സേജുകളൊക്കെ അധികം ആൾക്കും ഡിലീറ്റായി പോകും, അല്ലെങ്കിൽ വാട്സപ്പ് അറിയാതെ ഫോർമാറ്റായി പോവുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റകളൊക്കെ തിരിച്ചെടുക്കാനുള്ള ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ചാറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഒരു ഫീച്ചർ, ഈ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഫീച്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് ചാറ്റ് ബാക്കപ്പുകൾ ചെയ്തു വെക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് ബാക്കപ്പ് ചെയ്ത ദിവസവും ഇതുവരെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ എത്ര ഉണ്ട് എന്നുള്ള, എത്ര GB അല്ലെങ്കിൽ എത്ര MB ആണ് ഫയൽ എന്നുള്ളത് കാണാൻ സാധിക്കും. സാധാരണ നമ്മുടെ ജിമെയിലൊക്കെ 15 MB ഉണ്ടാകും. ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഫോട്ടോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജിമെയിൽ വരുന്ന മെസ്സേജുകൾ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും ഈ 15 GB ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാട്സപ്പിന് ബാക്കപ്പ് ചെയ്യുന്ന ആളുകൾ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത്, ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് ഈ വാട്സപ്പ് ബാക്കപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അധികം ആളുകളും എല്ലാ ആവശ്യത്തിനും വേണ്ടി ഒരു ഇമെയിൽ ID ഉണ്ടാകും. ആ ജിമെയിൽ IDയിൽ ഗൂഗിൾ ഡ്രൈവിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യും, അതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, നമ്മുടെ മെയിലിലേക്ക് വരുന്ന മെസ്സേജുകൾ ഉണ്ടാകും. അതെല്ലാം ഈ 15 GB വരും. വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ടൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഈ ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. തുടർന്ന് അത് ബാക്കപ്പ് ആകും. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഫ്രീക്വൻസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഡെയിലി ആണെങ്കിൽ എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ഡെയിലി എന്ന് വെച്ച് കൊടുക്കുക. വീക്കിലി ആണെങ്കിൽ വീക്കിലി വെച്ച് കൊടുക്കുക. ഡെയിലി വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഞാൻ സാധാരണ ഡെയിലിയാണ് വെക്കാറുള്ളത്. എല്ലാ ചാറ്റും ഒരേ സമയം ഡെയിലി ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ വാട്സപ്പ് നഷ്ടപ്പെടുകയോ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലെ ചാറ്റുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഡെയിലി വെക്കുക. വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യണോ ബാക്കപ്പിലേക്ക് എന്നാണ്, ആവശ്യമാണെങ്കിൽ മാത്രം എനേബിൾ ചെയ്താൽ മതി. കാരണം ഒരുപാട് ഇൻ്റർനെറ്റ് ആവശ്യം വരും. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് എനേബിൾ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ചാറ്റ് മെസ്സേജുകളും അത്തരത്തിൽ ഫോട്ടോസുകൾ മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് വീഡിയോകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് ബാക്കപ്പ് യൂസിങ് സെല്ലുലർ, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. വൈഫൈയിൽ മാത്രം ബാക്കപ്പ് ചെയ്താൽ മതിയെങ്കിൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്പറുകളും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അതുപോലെ സിമ്പലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി കോഡ് എനേബിൾ ആവും. അതായത് നമ്മുടെ ചാറ്റ് ബാക്കപ്പുകൾ, നമ്മുടെ വാട്സപ്പ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഹാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ് ബാക്കപ്പ് തിരിച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടും. ബാക്കപ്പ് ചെയ്ത് പൂർത്തിയായാൽ അത് നമ്മുടെ ഇതുവരെ വാട്സപ്പ് ചാറ്റുകളൊക്കെ സെക്യൂർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ചാറ്റ് മെസ്സേജുകൾ ആർക്കും കിട്ടില്ല. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചാറ്റ് ബാക്കപ്പ് ചെയ്യുന്ന ചാറ്റ് മെസ്സേജുകൾ എവിടെയാണ് ഉണ്ടാകുക എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാകും. ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ കൊടുത്തതെങ്കിൽ ആ ഇമെയിൽ ID വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ജിമെയിൽ IDയിൽ, അതായത് നിങ്ങൾ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ കൊടുത്ത ജിമെയിൽ IDയിൽ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ബാക്കപ്പ്സ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 4 വാട്സപ്പ് ഉണ്ട്. 4 വാട്സപ്പിൻ്റെയും ബാക്കപ്പ് ഒരേ ജിമെയിലിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ 4 വാട്സപ്പും അതിൻ്റെ നമ്പറോ, ഏത് നമ്പറാണോ വാട്സപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്പർ ഇവിടെ കാണാം.
ആ 4 വാട്സപ്പ് ഇവിടെ കാണാനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ചാറ്റ് മെസ്സേജുകളൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ മെസ്സേജുകളൊക്കെ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കണം. രണ്ടാമത് ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ അവിടെ റീസ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ റീസ്റ്റോർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അധികം ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധമാണ് റീസ്റ്റോർ എന്ന് കണ്ടാൽ അവിടെ തൊട്ടടുത്ത് സ്കിപ്പ് എന്ന് കാണും. സ്കിപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. സ്കിപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ചാറ്റ് മെസ്സേജുകളൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഓർക്കുക. വാട്സപ്പ് ചാറ്റ് മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് റീസ്റ്റോർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് നിങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയ ചാറ്റുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ചാറ്റ് മെസ്സേജുകൾ ഒരിക്കലും തിരിച്ച് കിട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അവസാനം കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബാക്കപ്പ് ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. തൊട്ടടുത്തൊരു ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലത്തേക്ക് ചാറ്റ് ബാക്കപ്പുകൾ ഓഫ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഇവിടെ ടേൺ ഓഫ് കൊടുത്താൽ മതി. പിന്നെ ആവശ്യം വരുമ്പോൾ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാറ്റ് ബാക്കപ്പിൽ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സംശയങ്ങളും നമ്മൾ പരിശോധിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.